നമസ്കാരം. കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി ദീപക് ആത്മഹത്യ ചെയ്യാൻ ഇടയാക്കിയ സംഭവത്തിലെ പ്രധാന പ്രതി ഷിംജിത തൽക്കാലം ജയിലിൽ തന്നെ തുടരേണ്ടി വരും. കുന്നമംഗലം മജിസ്ട്രേറ്റ് കോടതി ഷിംജിതയുടെ ജാമ്യാപേക്ഷ നിരസിച്ചിരിക്കുന്നു. ജാമ്യാപേക്ഷയെ പ്രോസിക്യൂഷൻ അതിശക്തമായിട്ടാണ് എതിർത്തത്. സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ഷിംജിത റെക്കോർഡ് ചെയ്ത് പ്രചരിപ്പിച്ച വീഡിയോ ദൃശ്യങ്ങൾ മൂലം തനിക്ക് നേരിട്ട അപമാനത്തെ തുടർന്നാണ് ദീപക് ജീവനൊടുക്കിയത് എന്നതാണ് കേസ്. എന്നാൽ ഷിംജിത നിരപരാധിയാണെന്നായിരുന്നു ഷിംജിതയുടെ അഡ്വക്കേറ്റ് കോടതിയിൽ വാദിച്ചത്. പക്ഷേ മനഃപൂർവ്വമായി വീഡിയോ ചിത്രീകരിക്കുകയും അത് സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവെച്ചുകൊണ്ട് ഒരു യുവാവിനെ അപമാനിച്ച് അയാളെ ആത്മഹത്യയിലേക്ക് തള്ളിവിടുകയും ചെയ്തു എന്നാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിച്ചത്. ഈ വാദമാണ് കോടതി അംഗീകരിച്ചത്. ദീപകിന്റെ ആത്മഹത്യക്ക് പിന്നാലെ ഷിംജിത ഒളിവിൽ പോവുകയായിരുന്നു. ഷിംജിത രാജ്യം വിട്ടുപോയെന്നും സംസ്ഥാനത്തിന് പുറത്തേക്ക് പോയെന്നുമൊക്കെ നിരവധി പ്രചരണങ്ങളാണ് പിന്നീട് ഉയർന്നു വന്നത്. ഇത് കണക്കിലെടുത്ത് രാജ്യം വിട്ടു പോകാതിരിക്കാൻ കോഴിക്കോട് മെഡിക്കൽ കോളേജ് പോലീസ് ഷിംജിതക്കെതിരെ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരുന്നു. എന്നാൽ അവസാനം ഷിംജിത പിടിയിലായത് വടകരയിലെ ഒരു ബന്ധുവിന്റെ വീട്ടിൽ നിന്നാണ്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ഷിംജിതയെ 14 ദിവസത്തേക്കാണ് കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ദീപകിനെ ആത്മഹത്യയിലേക്ക് നയിച്ച വീഡിയോയ്ക്ക് പിന്നിൽ ഗൂഢാലോചനയുണ്ടോ എന്നും ഇത് റെക്കോർഡ് ചെയ്യാനോ എഡിറ്റ് ചെയ്യാനോ മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിച്ചു വരികയാണ്. സ്വകാര്യ ബസ്സിൽ വളരെ കൃത്യമായി ക്രിയേറ്റ് ചെയ്യപ്പെട്ട സാഹചര്യം ഉണ്ടാക്കുകയും അങ്ങനെ ഒരു വീഡിയോ ചിത്രീകരിക്കുകയും ഒരു സ്ത്രീ എന്ന നിലയിൽ തന്നെ ശല്യപ്പെടുത്താൻ ശ്രമിക്കുന്ന ഒരു യുവാവ് എന്ന് പറഞ്ഞിട്ടാണ് ദീപകിനെ കുറിച്ച് ഷിംജിത വീഡിയോ പ്രചരിപ്പിച്ചത്. പോലീസ് ബസ്സിൽ നിന്നുള്ള CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചതിൽ അങ്ങനെ അസ്വാഭാവികമായ ഒരു സംഭവവും ബസ്സിൽ നടന്നിട്ടില്ലെന്നും ഇരുവരും വളരെ സ്വാഭാവികമായിട്ടാണ് ബസ്സിൽ നിന്നും ഇറങ്ങിപ്പോയതെന്നും പോലീസ് കോടതിയിൽ സമർപ്പിച്ച അന്വേഷണ റിപ്പോർട്ടിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രതിയായ ഷിംജിത ബിരുദാനന്തര ബിരുദധാരിയും മുൻപ് പഞ്ചായത്തിലെ ജനപ്രതിനിധിയുമായിരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം വീഡിയോകൾ പ്രചരിപ്പിച്ചാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങളെ കുറിച്ച് പ്രതിക്ക് വ്യക്തമായ ബോധ്യമുണ്ട് എന്ന് തന്നെയാണ് പ്രോസിക്യൂഷന്റെ കൃത്യമായ വിലയിരുത്തൽ. അതുതന്നെയാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ വാദിക്കുന്നതും. മരണപ്പെട്ട ദീപകിനെ ഉപയോഗപ്പെടുത്തി 7ഓളം വീഡിയോകളാണ് ആ ബസ്സിൽ നിന്നും ഷിംജിത റെക്കോർഡ് ചെയ്തത്. ഇവയെല്ലാം ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം തുടങ്ങിയ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകളിൽ പങ്കുവെക്കുകയും ലക്ഷക്കണക്കിന് ആളുകൾ ഈ വീഡിയോ കാണുകയും ചെയ്തു. ഈ വീഡിയോ പോസ്റ്റ് ചെയ്തപ്പോൾ തന്നെ നിരവധി ആളുകളാണ് ഇതിനെതിരെ വീഡിയോക്ക് താഴെ കമന്റുമായി രംഗത്ത് വന്നത്. പക്ഷേ ഷിംജിത പിന്നോട്ടു പോകാൻ തയ്യാറായില്ല. തൊട്ടടുത്ത ദിവസം വീണ്ടും സോഷ്യൽ മീഡിയയിൽ വന്ന് ഷിംജിതയുടെ വാദമുഖങ്ങൾ നിരത്താനാണ് ഇവർ ശ്രമിച്ചത്. ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഷിംജിത വളരെ കൃത്യമായി ക്രിയേറ്റ് ചെയ്ത സംഭവങ്ങളാണ് പിന്നീട് പ്രചരിപ്പിക്കപ്പെട്ടത് എന്നാണ്. കാരണം സാധാരണഗതിയിൽ ബസ്സിൽ യാത്ര ചെയ്യാത്ത വ്യക്തിയാണ് ഷിംജിത. തന്റെ സ്വകാര്യ വാഹനത്തിലാണ് സാധാരണഗതിയിൽ സ്ഥിരമായി യാത്ര ചെയ്യുന്ന ഷിംജിത അന്ന് ഈ സ്വകാര്യ ബസ്സിൽ യാത്ര ചെയ്യാൻ തീരുമാനിക്കുന്നത് തന്നെ ഇത്തരം ഒരു കണ്ടന്റ് തനിക്ക് സോഷ്യൽ മീഡിയയിൽ പങ്കുവെക്കാനുള്ള ഒരു കണ്ടന്റിന് വേണ്ടി മാത്രമായിരുന്നു എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത്. ആ വീഡിയോ കണ്ട ഏതൊരാൾക്കും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയും ആ വീഡിയോയിൽ അസ്വാഭാവികമായി യാതൊന്നും തന്നെയില്ല. ഒരു ചെറുപ്പക്കാരൻ സാധാരണ നിലയിൽ ബസ്സിൽ യാത്ര ചെയ്യുന്നു. സ്വാഭാവികമായി ഒരു ബസ് ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഉലച്ചിലുകളിൽ നാം അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിയുന്ന കാഴ്ചയല്ലാതെ മറ്റൊന്നും തന്നെ അതിനകത്ത് കാണാനും നമുക്ക് കഴിയുന്നില്ല. ഇതിനെയാണ് തന്നെ ഉപദ്രവിക്കാൻ ശ്രമിക്കുന്നു എന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്ത് വീഡിയോ പ്രത്യേകമായ ആംഗിളുകളിൽ മാത്രം തനിക്ക് ആവശ്യമായ ആംഗിളുകളിൽ പല പൊസിഷനിലേക്കും മാറി നിന്ന് ചിത്രീകരിച്ച് ആ ചെറുപ്പക്കാരനെ മോശക്കാരനായി ചിത്രീകരിക്കാൻ ഷിംജിത ശ്രമിച്ചത്. മാത്രവുമല്ല ആ വീഡിയോയിൽ കാണിക്കുന്ന മറ്റൊരു പെൺകുട്ടി തന്റെ മുഖം അനാവശ്യമായി ഇത്തരം വീഡിയോയിൽ പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞ് കണ്ണൂർ പോലീസിലും പരാതി നൽകിയിട്ടുണ്ട്. ഒരു കാര്യം നമുക്ക് വ്യക്തമായി പറയാതിരിക്കാനാവില്ല. സോഷ്യൽ മീഡിയകളിൽ റീച്ചിനു വേണ്ടി പലരും എന്തൊക്കെ കോപ്രായങ്ങളാണ് ഇവിടെ കാട്ടിക്കൂട്ടുന്നത് എന്ന് കാണുമ്പോൾ നമുക്ക് പ്രതികരിക്കാതിരിക്കാനാവില്ല. ഇത്തരം ഷിംജിതമാർ ഇനിയും ആവർത്തിക്കാതിരിക്കട്ടെ. ഇത് സമൂഹത്തിന് വലിയൊരു പാഠമായി നിലനിൽക്കണം. ബസ്സിലും പൊതുനിരത്തിലും അതുപോലെ പല സ്ഥലങ്ങളിലും സ്ത്രീകളെ ശല്യപ്പെടുത്തുന്ന യുവാക്കളും പുരുഷന്മാരുമുണ്ട് എന്നത് യാഥാർത്ഥ്യം തന്നെയാണ്. അത് സമൂഹം ഒരിക്കലും വിസ്മരിക്കുന്നില്ല. അത്തരം ആളുകളെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരേണ്ടത് സമൂഹത്തിന്റെ ബാധ്യതയാണ്, അല്ലെങ്കിൽ സമൂഹത്തിന്റെ കടമയാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ
ഇത്തരം ഷിംജിതമാർ സൃഷ്ടിക്കപ്പെടുമ്പോ ഇവിടെ സംഭവിക്കുന്നത് യഥാർത്ഥ കുറ്റവാളികൾ ഒരുപക്ഷെ ഇതിന്റെയൊക്കെ മറവിൽ രക്ഷപ്പെട്ടു പോകുന്നതാണ്. അതുകൊണ്ട് അത് ഉണ്ടാകാൻ പാടില്ല. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യണം. അതോടൊപ്പം ദീപകനെ പോലെയുള്ള നിരപരാധികൾക്ക് നീതി ലഭിക്കുകയും വേണം. ഈ സംഭവങ്ങളെങ്കിലും സമൂഹ മനസ്സാക്ഷിയുടെ കണ്ണു തുറപ്പിക്കും എന്ന് നമുക്ക് പ്രത്യാശിക്കാം.